2009 ബിറ്റ്കോയിൻ ലോകത്ത് പുതുതായി വന്ന സമയത്ത് വെയിൽസിലെ ന്യൂപോർട്ടിൽ താമസിക്കുന്ന ജെയിംസ് ഹോവൽസ് എന്ന യുവ ഐ.ടി. ജീവനക്കാരൻ തൻ്റെ കമ്പ്യൂട്ടറിൽ ബിറ്റ്കോയിൻ മൈനിങ് ആരംഭിച്ചു. അന്നത്തെ കാലത്ത് ഇതിന് വലിയ വിലയൊന്നുമില്ലായിരുന്നു. പരീക്ഷണത്തിനായി മാത്രമാണ് അദ്ദേഹം ഏകദേശം 8,000 ബിറ്റ്കോയിൻ മൈനിങ് ചെയ്തത്. അദ്ദേഹം അതൊരു ഹാർഡ് ഡ്രൈവിൽ സൂക്ഷിച്ചു. 2013 ഓഫീസ് വൃത്തിയാക്കുന്നതിനിടയിൽ ജെയിംസിന് ഒരു പിഴവ് സംഭവിച്ചു. അത്യന്തം വിലപ്പെട്ട ബിറ്റ്കോയിൻ വാലറ്റ് ഉണ്ടായിരുന്ന ആ ഹാർഡ് ഡിസ്ക് സ്പെയർ ഡ്രൈവ് ആണെന്ന് തെറ്റിദ്ധരിച്ചു വേസ്റ്റ് ബിന്നിൽ എറിഞ്ഞു കളഞ്ഞു. അത് നേരെ നാട്ടിലെ മാലിന്യ കൂമ്പാരത്തിലേക്ക് പോയി. അപ്പോൾ തന്നെ ബിറ്റ്കോയിൻ വില ഉയരാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അബദ്ധം മനസ്സിലാക്കിയെങ്കിലും സമയം ഒരുപാട് വൈകിയിരുന്നു. അതിനുശേഷം ആ 8,000 ബിറ്റ്കോയിൻ്റെ മൂല്യം കോടികളിൽ നിന്നും 100 കോടികളിലേക്ക് വരെ ഉയർന്നു. തൻ്റെ നഷ്ടം വീണ്ടെടുക്കാനായി ജെയിംസ് വർഷങ്ങളോളം അധികാരികളോട് അപേക്ഷിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ, AI, റോബോട്ട് നായ്ക്കൾ, പ്രത്യേക സംഘങ്ങൾ എന്നിവ ഉപയോഗിച്ച് മാലിന്യക്കുഴി പരിശോധിക്കാമെന്ന് പോലും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. പക്ഷേ പരിസ്ഥിതി സാമ്പത്തിക അപകടങ്ങൾ ചൂണ്ടിക്കാട്ടി നാട്ടിലെ അധികാരികൾ അദ്ദേഹത്തിന് അനുമതി നൽകാൻ ഒരിക്കലും തയ്യാറായില്ല. ഇന്നും ജെയിംസ് ഹോവൽസ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് അസാധാരണമായൊരു ഭാഗ്യം ഒരു ചെറിയ പിഴവ് കൊണ്ട് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ എന്ന പേരിലാണ്.